കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തട്ടിപ്പിൽ BJP നേതാവ് S. സുരേഷിന്റെ വാദം പൊളിയുന്നു. സുരേഷിന് ബാങ്കിൽ വായ്പാ കുടിശ്ശികയില്ലെന്ന വാദം കള്ളം. ബാങ്ക് പ്രസിഡന്റായിട്ടും സുരേഷ് കുടിശ്ശിക വരുത്തി. ലോൺ അപേക്ഷ നൽകാതെ സുരേഷ് പണം കൈപ്പറ്റിയെന്നും രേഖകൾ. നൃപൻ ചേരുകയാണ്. നൃപൻ, കഴിഞ്ഞ ദിവസം സുരേഷ് പറയുന്നത് കേട്ടു, കൈരളിയും ദേശാഭിമാനിയും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് നൽകുന്നതെന്ന്. ഇപ്പോൾ വളരെ കൃത്യമായ തെളിവുകൾ പുറത്ത് വിട്ടിരിക്കുകയാണല്ലോ നൃപൻ. ഷമ്മി, അങ്ങനെ തന്നെയാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം വൈസ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ബാധ്യതയിൽ ഏതൊരു ഉത്തരവാദിത്വവുമില്ല, താൻ രാജിവെച്ചിരുന്നു അതിനുശേഷം എന്നായിരുന്നു അദ്ദേഹം വിശദീകരണമായി ഒന്നാമത്തെ ഭാഗം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത്, താൻ ഈ പറഞ്ഞ ബാങ്കിൻ്റെ നഷ്ടം കണക്കാക്കുമ്പോൾ ബോർഡ് അംഗങ്ങൾക്ക് തുല്യമായി വീതിക്കും. ഓരോ പദ്ധതിയുടെ ഭാഗമായി ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേട് ബോർഡ് അംഗങ്ങൾ എന്താണ് ചുമതല, ആ ചുമതലയ്ക്കനുസരിച്ചായിരിക്കും വീതിക്കുക. അങ്ങനെയാണ് 43 ലക്ഷം രൂപ കോടതി അടയ്ക്കണമെന്ന ഉത്തരവ് വന്നത്. താൻ കോടതിയെ സമീപിച്ചു, അതുകൊണ്ട് വ്യക്തിപരമായി തൻ്റെ ബാധ്യതയില്ല. മൂന്നാമതൊരു ഭാഗം അദ്ദേഹം പറഞ്ഞത്, താൻ വ്യക്തിപരമായി ഒരു വായ്പയും എടുത്തിട്ടില്ല, വ്യക്തിപരമായി ഒരു ലോണിനും താൻ ശുപാർശ ചെയ്തിട്ടില്ല, ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തനിക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞത് ഇത് വസ്തുതാവിരുദ്ധമായി കൈരളി കൊടുത്ത വാർത്തയാണ് എന്നതാണ്. അങ്ങനെ അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങൾ മുന്നിൽ വന്ന് പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു വീഡിയോ ചെയ്ത് ഇടുകയായിരുന്നു. മാത്രമല്ല അത് എഴുതി അദ്ദേഹത്തിൻ്റെ നിലപാട് സ്റ്റേറ്റ്മെൻറ്റായി ഇടുകയും ചെയ്തു. പക്ഷേ ഇതിൽ പറഞ്ഞ വാദം പൂർണ്ണമായി തെറ്റാണ്. കൈരളി നൽകിയത് വസ്തുതാവിരുദ്ധമായ വാർത്തയല്ല, രേഖകളുടെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്, ഒപ്പം തന്നെ സഹകരണ രജിസ്ട്രാർ പുറത്തിറക്കിയ സർചാർജ് റിപ്പോർട്ട്, ഉത്തരവാണ്. ആ ഉത്തരവടക്കമാണ് കൈരളി ന്യൂസ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ആ സുരേഷ് 2013-ലും 2014-ലും 2 വായ്പകൾ അവിടെ എടുത്തിട്ടുണ്ട്. ഒരു തുക ആ വായ്പ കുടിശ്ശിക തീർത്ത് ഇതുവരെ അടച്ചിട്ടില്ല. ഒരു വായ്പയിൽ മാത്രമാണ് കുറച്ച് കുടിശ്ശിക അവിടെ അടച്ചിട്ടുള്ളത്. ബാക്കി തുക ഇപ്പോഴും 2014 ഓർക്കണം, ഇപ്പോൾ 2025 2014 മുതൽ 2025 വരെയുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 11 വർഷമായി അദ്ദേഹം അവിടെ കുടിശ്ശിക വരുത്തിയിട്ടിരിക്കുകയാണ്. ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹം ബാങ്കിൽ ലോണിന് അപേക്ഷ നൽകിയിട്ടില്ല. ലോണിന് അപേക്ഷ നൽകാതെ വൗച്ചർ എഴുതി പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ഗുരുതരമായ സഹകരണ വകുപ്പിൻ്റെ ചട്ടലംഘനം നടത്തിയ ഒരു സഹകാരിയാണ്. അദ്ദേഹം ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായി തുടർന്നു. അദ്ദേഹം ആ ബാങ്ക് ബാധ്യത വന്നതിന് ശേഷം ഇപ്പോൾ ആകെ ബാധ്യത എന്ന് പറയുന്നത് സർചാർജിൻ്റെ ഉത്തരവിൽ പറയുന്നത് 4.16 കോടി രൂപയാണ്. 4,16,00,000 രൂപ. ആ ബാങ്ക് വലിയ ബാധ്യതയായി, നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാനാകുന്നില്ല. വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആണ് അതിൻ്റെ ബാങ്കിൻ്റെ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നത്. അവസാനം ബാങ്ക് നടപടികളിലേക്ക് പോയാണ് ഇപ്പോൾ ആ ബാങ്കിൻ്റെ പ്രവർത്തനമടക്കം നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിക്കണം, റവന്യൂ റിക്കവറിയിലേക്ക് പോകണം എന്ന നടപടിയിലേക്ക് പോകുന്നത്. ആ ഘട്ടത്തിൽ തനിക്ക് അതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ഒഴുകിയായിരുന്നു സുരേഷ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം അവിടെ വ്യക്തിഗത വായ്പ എടുത്തിട്ടുണ്ട്, വായ്പ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. സുരേഷ് ഇതുവരെ ഈ വാർത്ത, കൈരളി വാർത്ത നിഷേധിച്ചുകൊണ്ട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്, വസ്തുതാവിരുദ്ധമാണ്. ആ രേഖകളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. ഷമ്മി.